കഴിഞ്ഞ 10 ദിവസം കേരളത്തിൽ നടന്നത് എന്താണെന്നതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് ധാരണയില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം. കാരണം ഒരു ഭാഗത്ത് കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എം.എൽ.എമാർ, സംഘടനയുടെ മുഴുവൻ സംവിധാനങ്ങൾ എല്ലാം, പിന്നെ ഒരുപാട് പുതിയ സഖ്യകക്ഷികൾ എല്ലാം കൂടി ചേർന്ന് ആഞ്ഞ് പ്രവർത്തിച്ച് ട്ടും കെ.സിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റിയിട്ടില്ല. വി സതീഷുള്ള ജനപിന്തുണ ഓരോ ദിവസവും വർദ്ധിക്കുകയും അത് തെരുവിൽ പ്രതിഫലിക്കുകയും ചെയ്തതാണ്. ആ എല്ലാ 10 ദിവസത്തെ നാടകീയതകൾക്കൊടുവിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ഔദ്യോഗികമായിട്ട് AICC നേതൃത്വം പ്രഖ്യാപിക്കുന്നത്. എന്നതിന് ശേഷവും ഞാനായിരുന്നു മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ചെന്നിത്തല പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം സ്വയം വില കളയുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതൊരു ഒരു മികച്ച മിനിസ്റ്റീരിയൽ പോർട്ട്ഫോളിയോ, മിനിസ്റ്റീരിയൽ ബർത്തിന് വേണ്ടിയുള്ള ഒരു ബാർഗൈനിങ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാവുന്നത്. അതെ, അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ലൈഫിലുണ്ടാക്കിയ ആഘാതം അദ്ദേഹം ഓർക്കണം. അന്ന് ആ ഒരു ബാർഗൈനിങ് നടത്തുന്നതിനടുക്കാണ് അതിന് ശക്തി പകരാൻ വേണ്ടിയിട്ട് പെരുന്നയിലെ പോപ്പ് വളരെ സുപ്രസിദ്ധമായ താക്കോൽധാര ശസ്ത്രക്രിയ നടത്തിയത്. ആ താക്കോൽധാര ശസ്ത്രക്രിയയാണ് പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ രമേശ് ചെന്നിത്തലയുടെ പൊളിറ്റിക്കൽ കരിയറിൽ ഏറ്റവും ആഘാതം ഉണ്ടാക്കിയത്, ഏറ്റവും ഡാമേജ് ഉണ്ടാക്കിയത്. അദ്ദേഹം ഇന്നും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കഷ്ടം എന്നേ പറയാൻ പറ്റുള്ളൂ.